ശോഭാജി, 3 കാൻഡിഡേറ്റ്സും വളരെ പ്രൊഫൈലുള്ള ഒരുപാട് കേരളം ശ്രദ്ധിക്കുന്നവരാണ്. എങ്ങനെയാണ് ശോഭാജിയുടെ പ്രതീക്ഷ? അല്ല, ഞാൻ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയോജക മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ ഒരു ചൂട്, അതുപോലെ തന്നെ ആളുകളുടെ അവരും നമ്മളോടുള്ള ഒരു അപ്രോച്ച്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ട്രെൻഡ് എന്നുള്ളത്. ഈ 4 തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നരേന്ദ്രമോദിജി തരംഗം ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. മാത്രവുമല്ല, ഒരിക്കൽ പോലും BJPയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാത്തവർ, രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധമില്ലാത്തവർ പോലും വഴിയരികിൽ കാത്തുനിന്ന് നമ്മളെ സ്വീകരിക്കുകയും മോദിജി ഇന്ത്യ ഭരിക്കണം എന്ന് അവർ പറയുകയും ചെയ്യുമ്പോൾ ആ ഒരു തരംഗം അത് പാലക്കാടിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശോഭാജിക്ക് ഈ വെല്ലുവിളി, പ്രത്യേകിച്ച് വീരേന്ദ്രകുമാർ സാർ അപ്പുറത്ത് വളരെ ശക്തനാണ്, MP രാജേഷ് സിറ്റിംഗ് MP ആണ്. അപ്പോൾ എത്രമാത്രമാണ്, എന്തൊക്കെയാണ് പ്രചരണ രീതികൾ, എന്തൊക്കെയാണ്? അല്ല, ഇതിൽ ബഹുമാനായിട്ടുള്ള ശ്രീ വീരേന്ദ്രകുമാർ അദ്ദേഹമാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എഴുതിയത് ഗാട്ടും കാണാച്ചരടും. ആ പുസ്തകം എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ തൂലിക ചലിപ്പിക്കുന്നതും എൻ്റെ ജീവിതവും പാവപ്പെട്ടവന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പാലക്കാട്ടേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെ കോടതി കയറേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം വയനാടിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിവാസികൾ കൊടുത്ത കേസിൽ ഇപ്പോൾ കോടതികൾക്കകത്ത് കയറേണ്ട ഒരു സാഹചര്യമുണ്ടായി. മദ്രാസ് ഗവൺമെൻറ് പാട്ടത്തിന് കൊടുത്ത ഒരു ഭൂമിയായിരുന്നു, അത് കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന ഒരു ഭൂമിയാണ്. മാത്രവുമല്ല, അന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിരുന്നത് അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത് നാണ്യവിളകളല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ആ ഭൂമി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നാണ്യവിളകൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു ഭൂമി കയ്യേറ്റം അത് നിൽക്കുന്നു. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിരവധിയായ കാലം പ്രവർത്തിച്ച് റാം മനോഹർ ലോഹിയെ പോലെയുള്ള വിപ്ലവ താത്വിക ആചാര്യന്മാരുടെ ചിന്ത മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് വന്ന രാഷ്ട്രീയ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ശ്രീ വീരേന്ദ്രകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുവന്നത് ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ പിന്നീട് അദ്ദേഹം ഏതെല്ലാം കരാറുകൾ കാരണമാണോ നമ്മുടെ രാഷ്ട്രം ലോകരാജ്യങ്ങളുടെ വിപണിയായിട്ട് മാറിയത്, മാർക്കറ്റായിട്ട് മാറിയത്, അതിനെല്ലാം കാരണമൊരുക്കിയ 60 വർഷത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണം, ആ ഭരണത്തെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയുടെ അരികിൽ ചെല്ലുകയും ഒരു സീറ്റ് വാങ്ങിയെടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് പാലക്കാടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വരാജ് ജനങ്ങളിലേക്ക് അധികാരം തിരിച്ചുകൊണ്ടുവരും. ഇവിടെ എന്താ പ്രധാന വിഷയം? ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങളൊരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, അതിൽ വിശദമായി പറയാം. അട്ടപ്പാടി പോലുള്ള പ്രശ്നങ്ങൾ ആളുകൾ ഇടതും വലതും കളിച്ച് അത് മറച്ചു വെച്ച് ഇന്നും ശിശുമരണത്തിൽ നിന്ന് അതീതമല്ല അട്ടപ്പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാലക്കാട് ലോക്സഭാ മണ്ഡലം കേരളത്തിലെ തന്നെ ഹൈ പ്രൊഫൈൽ ഫൈറ്റുള്ള ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ ശക്തമായ 3 പേർ, സിറ്റിംഗ് MP ആയ MP രാജേഷ്, കേരള മാധ്യമപ്രവർത്തന രംഗത്തെ രാഷ്ട്രീയത്തിലെ വളരെ മുതിർന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനും സാഹിത്യകാരനുമൊക്കെയായ ശ്രീ MP വീരേന്ദ്രകുമാർ, BJPയുടെ സ്ത്രീപക്ഷ ഫേസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഫ്യൂച്ചർ ഓഫ് BJP എന്ന് സെൻട്രൽ ലീഡേഴ്സ് ഒക്കെ പറയുന്ന ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ 3 പേരും ശക്തമായ പോരാട്ടമാണ് പാലക്കാട് കാഴ്ചവെക്കുന്നത്. പാലക്കാടിൻ്റെ മനസ്സിൽ ആർക്കായിരിക്കും സ്ഥാനം കൂടുതലുണ്ടാകുക, ആരായിരിക്കും ഇപ്രാവശ്യം എമേർജ് ചെയ്യുക, അത് ജനങ്ങളുടെ പൾസിലൂടെ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. പാലക്കാടിലെ ജനങ്ങളുടെ പൾസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. MP രാജേഷ് ഉണ്ട്, ശ്രീ വീരേന്ദ്രകുമാറുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ആർക്കാ ചാൻസ്? MP രാജേഷിനാണ് ചാൻസ് കൊടുത്തില്ല. ആര് ജയിച്ചാലും വികസനം വേണം, അത്ര. MP രാജേഷിനായിരിക്കും. അത് രാജേഷിനാണ്. പാലക്കാട് വീരേന്ദ്രകുമാർ ജയിക്കാൻ സാധ്യത. MP രാജേഷ്. ഇവിടെ വഴിയോരത്ത് കിടക്കുന്ന
ഡെസ്റ്റിറ്റ്യൂട്ടായുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന് വരെ വന്നിട്ടില്ല. രാഷ്ട്രീയ വിശ്വാസമില്ല, നല്ലൊരു വ്യക്തി, നല്ല മനസ്സുള്ള, മനുഷ്യരെ അംഗീകരിക്കുന്ന, മനുഷ്യനായി നടക്കുന്ന ഒരു വ്യക്തിയെ വോട്ട് ചെയ്യണം. നോക്കുമ്പോൾ MP വീരേന്ദ്രകുമാറിനും രാജേഷും ഈക്വലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ രണ്ടാളും ഈക്വലായിട്ടാണ് നിൽക്കുന്നത്. MP രാജേഷ്. പാലക്കാട് UDF സ്ഥാനാർത്ഥി വീരേന്ദ്രകുമാർ ജയിക്കും. അത് നമ്മൾ മാതൃഭൂമിൻ്റെ ആളിൽ അയാൾ തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വീരേന്ദ്രകുമാറാണ്. രാജേഷ്. ശോഭ സുരേന്ദ്രൻ. MP രാജേഷ്. സാധുര രാജേഷ്. അഭിപ്രായം തന്നെ. BJP. ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ലല്ലോ, അപ്പൊ ആരും ജയിക്കുന്നതേ ഇഷ്ടമല്ല. രാഷ്ട്രീയത്തിൽ പൊതുവിശ്വാസം കുറവാണ്. ഞാൻ ചെയ്യാറില്ല, വോട്ടേ ചെയ്യാറില്ല. പാലക്കാടുകളെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടയുടെ മുമ്പിലാണ് നമ്മൾ. പണ്ട് പാലക്കാട് രാജവംശം നിർമ്മിച്ച് ഹൈദർ അലി അത് അപ്ഗ്രേഡ് ചെയ്ത് വീണ്ടും ബ്രിട്ടീഷുകാർ അപ്ഗ്രേഡ് ചെയ്ത പഴയ പാലക്കാടിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രകളൊന്നായ പാലക്കാട് ഫോർട്ടിലാണ്. ഇത്തവണ ആലങ്കാരികമായി പറഞ്ഞാൽ ഈ പാലക്കാട് കോട്ട പിടിക്കുക ആരായിരിക്കും? പാലക്കാടിൻ്റെ ജനങ്ങൾ ആർക്ക് വേണ്ടിയായിരിക്കും വോട്ട് ചെയ്യുക? തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.